വാഹന വിപണി രംഗത്ത് 1998 എന്ന വർഷം ഇന്ത്യയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ച ഒരു ബ്രാൻഡിനെ കുറിച്ചും അതിലെ പ്രൊഡക്റ്റിനെ കുറിച്ചുമാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കായി നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ 3 കണ്ണൂർക്കാർ ചാനൽ എന്ന നമ്മുടെ ചാനലിലെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. Welcoming you all to the second largest car manufacturing brand in India, Hyundai. ഏറ്റവും ആധുനികമായ ഷോറൂം സജ്ജീകരണങ്ങളുമായി പ്രവർത്തിച്ചു വരുന്ന കണ്ണൂരിലെ ഹ്യുണ്ടായി ഷോറൂം ആപ്കോ ഹ്യുണ്ടായി. അപ്പം കോവിഡിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി നമ്മൾ മുൻകരുതലായി നമുക്ക് മാസ്ക് ധരിച്ചുകൊണ്ട് ഈ ഷോറൂമിലേക്ക് കടന്നു ചെല്ലാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, ശ്രീലേഷ്. 8593909493. ഞാൻ തോട്ടടേന്നാ വരുന്നത്. അതെ, ഷോറൂമിലേക്കാണ് നമ്മളെ വണ്ടികൾ കാണാൻ വന്നത്. ഓക്കെ, താങ്ക് യു. മാസ്ക് ഇത് മതി തോന്നും. അപ്പോൾ ഓക്കെ, താങ്ക് യു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഗേറ്റിൽ തന്നെ ഈ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സെക്യൂരിറ്റി ചേട്ടൻ നമ്മുടെ ടെമ്പറേച്ചർ നോക്കി അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ഡീറ്റെയിൽസും ഇവിടുന്ന് കവർ ചെയ്തിട്ട് മാത്രമേ ഷോറൂമിലേക്ക് കയറാൻ അനുവദിക്കുള്ളൂ. അതുകൊണ്ട് വളരെ സേഫ് ആണ് ഈ ഷോറൂം നമുക്ക് എന്തൊരു കാര്യത്തിന് സമീപിക്കാനും. അപ്പോൾ താങ്ക് യു ചേട്ടാ. നമ്മളൊന്ന് അകത്ത് കയറിയിട്ട് വരാം. ഓക്കെ. ഓക്കെ, കയറുമ്പോൾ തന്നെ സാനിറ്റൈസ് ചെയ്യണം അല്ലേ? നല്ല കാര്യം. അപ്പം വീണ്ടും ഒരു സെക്കൻഡ് റൗണ്ട് സാനിറ്റൈസേഷൻ കൂടെ ഷോറൂമിൽ ഉറപ്പ് വരുത്തുന്നുണ്ട്. വളരെ സേഫായിട്ട് നമുക്ക് ഹ്യുണ്ടായി ഷോറൂമിൽ കയറിയിട്ട് സെയിൽസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എല്ലാ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഷോറൂമിൽ എത്താവുന്നതാണ്. താങ്ക് യു. ഇന്ത്യൻ വാഹന വിപണി രംഗത്ത് ഹ്യുണ്ടായി ഒക്ടോബർ 1998 ഇന്ത്യയിൽ ആദ്യമായി ഒരു ടോൾ ബോയ് കോൺസെപ്റ്റ് കാർ കൊണ്ടുവരികയും ഇന്ത്യൻ വിപണിയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ കാരണമായ കാർ ദ വൺ ആൻഡ് ഓൺലി സാൻട്രോ. അതേ വാഹനത്തിന്റെ രണ്ടാം ജന്മം 2018 പുതിയ രൂപത്തിലും ഭാവത്തിലും ലോഞ്ച് ചെയ്തു. Let us see the changes and the latest 2020 updates in the all new Santro. But before going to the updates, let us see the key highlights in this car and the advantages of having a Santro. 2018 ഒക്ടോബർ മാസം സാൻട്രോ പുതിയ മോഡൽ ലോഞ്ച് ചെയ്തതിന് ശേഷം അധികം അപ്ഡേഷൻസ് ഒന്നും തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്സിൽ മാറ്റം വരുത്തിയിട്ടില്ല. എന്നാലും സാൻട്രോയിൽ വരുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയതിൽ നിന്നും കൂടുതൽ മോഡേൺ ആയിട്ടാണ് പുതിയ വാഹനം ഹ്യുണ്ടായി നിർമ്മിച്ചിരിക്കുന്നത്. അതിലെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അതിൽ നമുക്ക് സെൻട്രലിൽ തന്നെ വളരെ മനോഹരമായ ക്രോം ബാഡ്ജിങ് ഹ്യുണ്ടായിയുടെ ലോഗോ വരുന്നുണ്ട്. പ്ലസ് റാപ്പ് അറൗണ്ട് ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിന് വരുന്നത് ഫോർ വെരി ഗുഡ് വിസിബിലിറ്റി. ആൻഡ് ഫോഗ് ലാംപ്സ് നോക്കുവാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ വളരെ മനോഹരമായ രീതിയിൽ, വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഫോഗ് ലാമ്പിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വരുന്നത്. പ്ലസ് നമുക്ക് ഫ്രണ്ടിൽ വളരെ വൈഡായിട്ടുള്ള എയർ ഡാംസും അതേപോലെ ഗ്രില്ലുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രില്ലിന് പറയുന്ന പേര് കാസ്കേഡ് ഗ്രിൽ ഡിസൈൻ എന്നാണ് ഹ്യുണ്ടായി ഇതിനെ വിളിച്ചു വരുന്നത്. സാൻട്രോയുടെ സൈഡ് ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റും വളരെ വൈഡായിട്ടുള്ള ORVMs ആണ് വരുന്നത്. കൂടെ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ വാഹനം ഒരു ടേൺ എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും ദൂരത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക്. കൂടാതെ നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2020 അപ്ഡേറ്റിൽ വന്ന ഒരു ചേഞ്ച്, മൈക്രോ റൂഫ് ആൻറ്റിന മാറിയിട്ട് പോൾ റൂഫ് ആൻറ്റിനയായി മാറിയിട്ടുണ്ട്. പ്ലസ് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ പഴയ സാൻട്രോ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ സാൻട്രോ ആയിക്കോട്ടെ, ഈ ഒരു ടോൾ ബോയ് ഡിസൈനാണ് വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനും അഡ്വാൻറ്റേജും. കാരണം എത്ര ഉയരം കൂടിയ ഒരു വ്യക്തിക്കും വളരെ സുഖപ്രദമായ രീതിയിൽ ഈ ഒരു ചെറിയ കാറിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഈ ടോൾ ബോയ് ഡിസൈൻ. ഈ വാഹനത്തിൻ്റെ പുറകുവശത്ത് വന്ന് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായ സാൻട്രോ എന്ന ബാഡ്ജിങ് എല്ലാ വേരിയൻറ്റിലും ലഭ്യമാണ്. പ്ലസ് വലിയൊരു ഹ്യുണ്ടായിയുടെ ലോഗോ ക്രോമിൽ എംബോസ് ചെയ്ത് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് റിയർ സെൻസേഴ്സ് എല്ലാ വേരിയൻറ്റിലും സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചറായിട്ട് ലഭ്യമാണ്.
പ്ലസ് സ്പോർട്സ് ബാഡ്ജിങ് ഈ സ്പോർട്സ് വാഹനത്തിൻ്റെ കൂടെ വരുന്നതാണ്. ആസ്ത എന്ന വേരിയൻറ്റിലും ഈ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ മറ്റുള്ള പ്രത്യേകതകൾ ഇൻറ്റീരിയറിലാണ്. ഇൻറ്റീരിയർ സ്പേസ് നോക്കുവാണെങ്കിൽ ടോൾ ബോയ് ഡിസൈനിൽ വരുന്ന ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വാഹനത്തിൻ്റെ ലെഗ് റൂമാണ്. അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഹെഡ് റൂം. റിയർ സീറ്റിലെ പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സീറ്റിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് പുതിയ സാൻഡ്രോയിൽ വരുന്നത്. അതായത് ആവശ്യത്തിന് ലെഗ് റൂം, അതുപോലെ വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ്, പ്ലസ് വെരി എഡിക്വേറ്റ് ഹെഡ് റൂം. മറ്റ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ പറയാനുള്ളത്, ഈ ഒരു കോമ്പാക്റ്റ് മോഡലായ സാൻഡ്രോയിൽ ഹ്യുണ്ടായി വളരെ മനോഹരമായ ഒരു ഇൻറ്റീരിയറാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു അപ്പീലും കൂടിയാണ് ഈ ഇൻറ്റീരിയേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. പ്രീമിയം ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സാണ് ഈ വാഹനത്തിന് അകത്ത് കൊടുക്കുന്നത്. പ്ലസ് നമുക്ക് ഷാമ്പെയിൻ ഗോൾഡ് ഇൻസേർട്ട്സ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഒന്നുകൂടെ മനോഹരമായി തീർക്കുന്നു. നമുക്ക് ഈ സെൻട്രൽ കൺസോൾ നോക്കിയാൽ ഒരു ആഫ്രിക്കൻ എലിഫൻറ്റിൻ്റെ രൂപകൽപ്പനയിലാണ് ഈ ഒരു സെൻട്രൽ കൺസോൾ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്തതായി ജസ്റ്റ് ഈ വാഹനത്തിൻ്റെ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. നമുക്ക് FM മോഡിൽ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മോഡ് ചേഞ്ച് ചെയ്ത് നോക്കാം. റേഡിയോ മാംഗോ 91.9 വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ വാഹനത്തിൽ വരുന്നത്. കൂടാതെ 4 ഡോറിലും സ്പീക്കേഴ്സ് ഘടിപ്പിച്ചിരിക്കുന്നു. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഈ വാഹനത്തിൽ വരുന്നത് കൊണ്ട് നമുക്ക് കോൾ പിക്കപ്പ്, കോൾ ഡ്രോപ്പ്, അതേപോലെ വോയിസ് കമാൻഡ്സ് യൂസ് ചെയ്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്ന ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലസ് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനും അതേപോലെ വോളിയം കൺട്രോൾസും സ്റ്റിയറിംഗിൽ വരുന്നതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ശ്രദ്ധ തെറ്റാതെ തന്നെ നമുക്ക് വാഹനം ഓടിക്കാവുന്നതാണ്. സാൻഡ്രോ അഡ്വാൻറ്റേജസ്: modern tall boy styling, adequate legroom and headroom, rear AC vents, superior warranty of 3 years and 1 lakh km, 3 years roadside assistance package, premium quality interiors, uniquely positioned fog lamps, 7-inch AV with smartphone navigation, smart AMT, eco coating, 4-cylinder 1.1 liter MPI engine, easy ingress and egress, Hyundai iBlue remote app, body hugging seats, a decent 20.3 km per liter mileage for both manual transmission as well as AMT. അപ്പോൾ അടുത്തതായി നമുക്ക് സാൻഡ്രോ എന്ന മോഡേൺ ടോൾ ബോയ് കാറിൻ്റെ വേരിയൻറ്റ്സ് ഒന്ന് പരിചയപ്പെടാം. ദ ബേസ് വേരിയൻറ്റ്, ദ ഫസ്റ്റ് വേരിയൻറ്റ് വി ഹാവ് എറാ എക്സിക്യൂട്ടീവ്. ദ സെക്കൻഡ് വേരിയൻറ്റ്, ദ middle option, we have Magna, and the third variant, most loved variant for most of the customers, Sports, and the final full option we have the top trim Asta. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് the base variant, the first variant, Era Executive. Unique cascade design grille and body color bumpers, 13-inch tubeless tire with hubcaps, black colored ORVM, black colored door handles, rear parking sensors, dual tone rear bumper with reflectors, rear bench folding seats, child lock safety, 4-door bottle holders and map pockets, internally adjustable ORVMs, front 2-door power windows, propeller type AC vents, driver side airbag, elephant inspired center console, manual AC, RPM meter, speedometer, 2.6-inch digital cluster,
with dual trip meters, speed alert, service reminder, distance to empty, average speed, average fuel consumption, instantaneous fuel consumption, gear shift indicator. ABS with EBD and engine immobilizer as standard safety features. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് വേരിയൻ്റ് ആയ മാഗ്നയിൽ ഹെറയിൽ നിന്നും എന്തൊക്കെ കൂടുതലുണ്ടെന്ന് അറിയാം. സോ ലെറ്റ് സീ മാഗ്ന. Silver finish front grille, body colored ORVMs, body colored door handles, pole roof antenna, speed sensing auto door lock and impact sensing auto door unlock features, rear door power windows, 2-in audio system with Bluetooth, FM and USB connectivity, front door speakers, steering mounted audio and Bluetooth controls, rear AC vents. സ്മാർട്ട് ഓട്ടോ എന്ന AMT ഗിയർ ബോക്സിലും മാഗ്ന ലഭ്യമാണ്. മാഗ്നയിൽ തന്നെ നമ്മൾ കണ്ടു ഒത്തിരി ഫീച്ചേഴ്സ്, ഏവർക്കും ആവശ്യമായിട്ടുള്ള ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നൊരു പവർ പാക്ക് ഫീച്ചർ പാക്ക് കാറാണ് സാൻഡ്രോ. എന്നാൽ ഇതിനൊരു ഉപരി ഒത്തിരി അനവധി അഡീഷണൽ മോസ്റ്റ് കംഫർട്ടബിൾ ഫീച്ചേഴ്സുമായി വരുന്ന തേർഡ് വേരിയൻറ്റ്, ദാറ്റ് ഇസ് സ്പോർട്സ്. Fog lamps, 14-inch tubeless tires with full wheel covers, LED turn indicators on ORVM, rear door speakers, rear parcel tray, day night IRVM, keyless entry, 7-inch touchscreen with Android Auto, Apple CarPlay and smartphone navigation facility. Electrically adjustable ORVMs. സ്പോർട്സ് വേരിയൻറ്റിലും AMT ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. ആ വേരിയൻറ്റിൽ വരുന്ന അഡീഷണൽ ഫീച്ചേഴ്സ് റിയർ പാർക്കിംഗ് ക്യാമറ, സീറ്റ് ബെൽറ്റ് പ്രീടെൻഷനേഴ്സ് ആൻഡ് ലോഡ് ലിമിറ്റേഴ്സ്, champagne gold interior inserts and dual airbag. അപ്പോൾ നമ്മൾ സ്പോർട്സിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞു. വി ആർ മൂവിങ് ഓൺ ടു ദ ഫൈനൽ വേരിയൻറ്റ്, ആസ്ട്ര ദ ടോപ്പ് ട്രിം. Rear defogger lines, rear wiper with washer, eco coating and passenger vanity mirror. ആസ്ട്ര വേരിയൻറ്റും AMT ട്രാൻസ്മിഷനിൽ ലഭ്യമാണ്. So finally summing it all up, we have fascinating colors in Typhoon Silver, Polar White, Titan Grey, Imperial Beige, Cherry Red, Marina Blue and Diana Green. ഒരു ഫസ്റ്റ് ടൈം കാർ ബയർ കസ്റ്റമറിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഫീച്ചേഴ്സ് ആൻഡ് കൺവീനിയൻസ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. Price range starts from 4.64 lakhs to 6.33 lakhs ex-showroom. ഹ്യുണ്ടായി സംബന്ധമായ ഏതൊരു ആവശ്യത്തിനും സമീപിക്കൂ ആപ്കോ ഹ്യുണ്ടായി. മലബാറിലെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ 12 വർഷത്തെ നീണ്ട സേവനം അനുഷ്ഠിച്ചു വരുന്ന ഒരു മികച്ച ഷോറൂമാണ് ആപ്കോ ഹ്യുണ്ടായി. 3S ഫെസിലിറ്റിയോടുകൂടിയ മികച്ച ആധുനിക സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഷോറൂമുകളാണ് ആപ്കോ ഹ്യുണ്ടായിക്ക് മലബാറിൽ സ്വന്തമായിട്ടുള്ളത്. സെയിൽസ്, സർവീസ്, സ്പെയർസ്, യൂസ് കാർ ഡിപ്പാർട്ട്മെന്റ്, എച്ച് പ്രോമിസ്, ഇവയിൽ ഏത് കാര്യങ്ങൾക്കും ബന്ധപ്പെടാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് കോൺടാക്ട് ആപ്കോ ഹ്യുണ്ടായി കണ്ണൂർ, നിയർ JTS, തോട്ടട, കണ്ണൂർ 7. എക്സ്പീരിയൻസ് ഹ്യുണ്ടായി. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിർബന്ധമായും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. പ്ലസ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നല്ല വിശേഷങ്ങളുമായി 3 കണ്ണൂർക്കാർ തിരിച്ചു വരുന്നതായിരിക്കും. പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു. സൈനിങ് ഓഫ് ശ്രീലേഷ് വിത്ത് കുട്ടേട്ടൻ. ബൈ.